ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഉത്സവത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ 10-ാമതെയും കൊണ്ട് നമ്മുടെ ഉത്സവങ്ങളെല്ലാം തീരുവാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു വിഷമം വേറെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി ഇനി നമുക്ക് അടുത്ത വർഷമേ ഉള്ളൂ ഇനി ശിവരാത്രിയും അതുകൂട്ട് തന്നെ വിഷുവും പള്ളിക്ക് ഉത്സവവും 10-ാമതെയും ഒക്കെ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ വന്നേക്കുന്നത് അപ്പച്ചിയുടെ വീട്ടിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ ചത്തിയറയിലാണ് അവരുടെ വീട്. അപ്പോൾ അവിടെ 10-ാമതയത്തിനാണ് നമ്മൾ ലാസ്റ്റ് ഉത്സവം ഒരുങ്ങുന്നത്. അപ്പം നമ്മൾ കുറച്ച് താമസിച്ചായിരുന്നു വന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പി വന്ന ഉടനെ തന്നെ പിള്ളേർ സെറ്റിൻ്റെ കൂടെ കളിക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പം നമ്മൾ ഈ പോകുന്ന വീടുകളിലൊക്കെ വല്ല ഗർഭിണിമാരോ അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഇതുകൂട്ട് തിന്നാൻ ഇഷ്ടമോണൊക്കെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ അവിടെ അപ്പച്ചിയുടെ മരുമോള് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അവൾക്ക് ഓരോരുത്തർ കൊണ്ടുവരുന്ന സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ലഡ്ഡും ജിലേബിയൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ അതെല്ലാം അവിടെ ചെന്നിരുന്ന് കഴിച്ചു. അപ്പോൾ അവളുള്ളത് കൊണ്ട് ഇഷ്ടമോണൊക്കെ സാധനങ്ങൾ ഓരോരുത്തർ കൊണ്ടുവരുന്നത് കൊണ്ട് ചായ കുടിക്കാൻ സമയമായപ്പോഴൊക്കെ ഇഷ്ടമോണൊക്കെ സാധനങ്ങളാണ് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടിയത്. അപ്പോൾ അവിടെ ചെന്ന ഉടനെ തന്നെ പിന്നെ ആഹാരം കഴിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ സെറ്റിനെല്ലാം തറയിലിരുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്ന് കാര്യം പറയുവാണ്. അപ്പം ഞാനിങ്ങനെ ഉറങ്ങണോ വേണ്ടായോ എന്നുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ചിറ്റപ്പൻ പോയി ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ പോയി മാംഗോ ബാർ ചിറ്റപ്പൻ മേടിച്ച് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും കുഞ്ഞുലക്ഷ്മിയൊക്കെ അതിങ്ങനെ കഴിച്ചുകൊണ്ടും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ കുറേ നേരം കറണ്ടൊക്കെ പോയതുകൊണ്ട് ചൂടും കാര്യമൊക്കെ ഉണ്ട്. എല്ലാവരും വെളിയിലൊക്കെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ കുറേ അപ്പച്ചിയുടെ മോനെ കൊണ്ടിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവനെ കൊണ്ട് എടുപ്പിക്കുകയൊക്കെയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം സമയമാകുമ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ പോയെങ്കിലും നമുക്ക് ഉത്സവം നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റിയില്ല. ഒരു മഴ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നതുകൊണ്ട് ചെണ്ടമേളവും കാര്യമെല്ലാം നിർത്തി വെച്ചു. അങ്ങനെ ഉത്സവം കാര്യമെല്ലാം നമ്മൾ എന്നാലും മഴ തോന്നു കഴിഞ്ഞിട്ട് പിന്നെയും പോയി നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചിയുടെ വീടിന് അടുത്ത് തന്നെയാണ് ഈ അമ്പലം. അപ്പോൾ കുറേ നേരം നമ്മൾ പിന്നെ അവിടെ കാത്തു നിന്ന് പിന്നെ ചെണ്ടമേളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെണ്ടമേളമൊക്കെ ആണെങ്കിലും മഴ ആയതുകൊണ്ട് വലിയ ഗുമ്മില്ലാത്ത രീതിയിലായിരുന്നു പോയത്. പിന്നെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര വലിയ രീതി കൊട്ടുകയും ഭയങ്കര പിള്ളേരൊക്കെ ഭയങ്കര തുള്ളലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേനും മഴ നല്ല രീതിയിൽ എന്തോ ഭാഗ്യത്തിന് തോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉത്സവമെല്ലാം നമ്മളവിടെ വളരെ ഗംഭീരമായിട്ട് അവിടെ നിന്ന് കുറേ നേരം കണ്ടിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഉത്സവം ആയതുകൊണ്ട് കുറച്ചേറെ നേരം നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാർപ്പയൊക്കെ കെട്ടിക്കൊണ്ടാണ് അവർ വിരിച്ചുകൊണ്ടാണ് ഈ ചെണ്ടമേളക്കാരെയും കൊണ്ട് ചെണ്ടയൊക്കെ കൊട്ടിച്ചൊക്കെ പോവുകയൊക്കെ ചെയ്തത്. അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മഴയില്ലായിരുന്നെങ്കിൽ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഉത്സവങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു കാളകളൊക്കെ ആയിരുന്നു എല്ലാം. അപ്പോൾ പിള്ളേർ സെറ്റൊക്കെ മഴയൊക്കെ തോന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡാൻസ് കളിയും ഒക്കെ ആയിരുന്നു. ആ ഒരു സമയമായപ്പോഴാണ് പിള്ളേർക്കാണെങ്കിലും ഒരു എനർജിയും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം തന്നെ ആയിരുന്നു ഈ മഴ ഇടയ്ക്ക് വന്നത് തന്നെ. ആ മഴ ഇടയ്ക്ക് ഒരു വില്ലനായിട്ട് വന്നെങ്കിൽ പിന്നീട് ആ മഴ രാത്രിയായപ്പോൾ മഴയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഉത്സവമെല്ലാം നമ്മൾ കുറേ അവിടെ നിന്ന് കണ്ടിട്ട് നേരെ തിരിച്ച് അപ്പച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ രാത്രിയിലും നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും സത്യം പറഞ്ഞാൽ എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.